ബഹുമാന്യായ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ, എഴുപന്ന ഗോപിനാഥ് എന്ന പേര് പറയുമ്പോൾ തന്നെ എഴുപന്നയിൽ താമസിക്കാത്ത എഴുപന്ന ഗോപിനാഥ് എന്ന് നമ്മൾ തിരുത്തി പറയേണ്ടി വരും. അദ്ദേഹം ഏതാണ്ട് 16 വയസ്സ് വരെ എഴുപന്ന നിവാസിയായിരുന്നു. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ചേട്ടന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പള്ളുരുത്തി വാട്ടർ മീറ്ററിലും അത് കഴിഞ്ഞ് അവരുടെ തന്നെ കമ്പനി കളമശ്ശേരിയിൽ തുടങ്ങിയപ്പോൾ മുള്ളുകമ്പി ഉണ്ടാക്കുന്ന ആനന്ദ് വയർ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കും പോയപ്പോൾ നാട് വിട്ടുപോകേണ്ടതായി വന്നു. കാരണം ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും വന്നില്ല. ഇന്ന് നമ്മൾ എഴുപന്നയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്ത് വരുന്നുണ്ട്, കണ്ണൂർ പോയി ജോലി ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കളമശ്ശേരിയിൽ പോകുന്നത്. കാര്യം ഇവിടുന്ന് നമ്മുടെ ഹൈവേ ആയിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കൊച്ചുവിളിക്കവലയിലോ എരമല്ലൂരോ പോയി നിന്ന് ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ ഉള്ളൂ. അതിൽ തൂങ്ങിപ്പിടിച്ച് തോപ്പംപിടിയിൽ ചെന്ന് തോപ്പംപിടിയിൽ നിന്ന് എറണാകുളത്ത് പോയി എറണാകുളത്ത് നിന്ന് കളമശ്ശേരി ചെല്ലുമ്പോൾ ഉച്ചയാവും. അതുകൊണ്ട് തന്നെ അന്ന് കളമശ്ശേരിയിലോ അങ്ങനെ എറണാകുളം സ്ഥലത്തോ ജോലി കിട്ടുന്നവർ അവിടെ തന്നെ താമസിക്കുകയാണ് പതിവ്. അങ്ങനെ ചേട്ടനും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒരു മുറി വാടകയ്ക്ക് എടുത്ത് അവിടെ താമസം തുടങ്ങി. അന്ന് എനിക്ക് വയസ്സ് എൻ്റെ 2 or 3 ആണ്. ഞാനും ചേട്ടനും തമ്മിലാണ്ട് 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ ചേട്ടനെ കാണുന്നത് തന്നെ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ്. അന്ന് മണി ഓർഡറാണ്. എല്ലാ മാസവും 7-ാം തീയതിയാണ് ചേട്ടന് ശമ്പളം കിട്ടുന്നത്. അതിൽ നിന്ന് 100 രൂപ മണി ഓർഡർ വരും. അപ്പോൾ 7-ാം തീയതിക്ക് വേണ്ടി ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കും. 7-ാം തീയതി ആയോടാ അവൻ്റെ മണി ഓർഡർ വരും എന്ന് പറഞ്ഞാൽ 1 രൂപ കൊണ്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ആയിരുന്നു അത്. അദ്ദേഹം എഴുപന്ന എന്ന പേര് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് പുറത്തും പോയപ്പോഴും എഴുപന്ന ഗോപിനാഥ് എന്ന പേര് അങ്ങനെ ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. പലരും ചോദിക്കും, ഇവിടെ കാക്കനാട് ചെന്നപ്പോൾ എഴുപന്ന ഗോപിനാഥിൻ്റെ ഒരു മാജിക് ഷോ, അത് ആരാണ് എഴുപന്ന ഗോപിനാഥ്? ഞാൻ എൻ്റെ ചേട്ടനാണ്. അപ്പം അങ്ങനെ എനിക്ക് പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് പോലും ആ ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ എഴുപന്നക്കാർക്ക് പോലും ആ എഴുപന്നയുടെ ഒരു പേര് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുമെല്ലാം അറിയിക്കുവാനായിട്ട് ചേട്ടന് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ ഈ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെയേറെ പ്രേരണ ചെലുത്തിയിട്ടുള്ളത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. അന്ന് ചേട്ടനെ കാണാൻ കളമശ്ശേരിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ചേട്ടൻ എഴുപന്നയിൽ വരുമ്പോഴും അന്ന് യുക്തിവാദി എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഇറക്കുന്ന ആദ്യമായിട്ട് സഹോദരൻ അയ്യപ്പനാണ് അതിൻ്റെ പത്രാധിപരായിട്ട് തുടങ്ങിയതാണ് യുക്തിവാദി എന്ന മാസിക. ആ മാസിക കൊണ്ടുവരും. അതല്ലെങ്കിൽ ഇന്ത്യൻ യുക്തിവാദ സംഘത്തിൻ്റെ തേരാളി കൊണ്ടുവരും, അല്ലെങ്കിൽ രണരേഖ കൊണ്ടുവരും. അതുമല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടിരിക്കുന്നത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആലത്തൂർ ആനന്ദാശ്രമത്തിൻ്റെ ഒരു സാരഗ്രാഹി എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. ഇതെല്ലാം ശാസ്ത്രബോധം വളർത്തുന്നതാണ്, അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ളതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയൊക്കെ പറഞ്ഞത് വിഗ്രഹാരാധന ഖണ്ഡനം പറഞ്ഞ ആളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് ഞാനും യുക്തിവാദ ആശയങ്ങളിലേക്ക് വരികയും ഞാൻ എൻ്റെ 16-17 വയസ്സുള്ളപ്പോൾ ഞാനിവിടെ യുക്തിവാദി പഠന സംഘം എന്നാണ്. അന്ന് എനിക്ക് എന്നെ സെക്രട്ടറിയായിട്ട് കൈമാറുന്നത് PC മൻസാറാണ്. അന്ന് യുക്തിവാദ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്നത് ഇപ്പോൾ റോഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനാണ്. ഞാൻ നേരത്തെ പ്രാസംഗികർ പറഞ്ഞതുപോലെ യുക്തിവാദത്തിൽ നല്ലൊരു വേരോട്ടമുള്ളൊരു മണ്ണായിരുന്നു എഴുപന്ന. ചേട്ടൻ അതിൽ നിന്ന് എറണാകുളത്താണെങ്കിൽ തന്നെയും പല കാര്യങ്ങൾക്കും ഒരു ദിവ്യാത്ഭുത അവരുടെ പരിപാടിക്കാണെങ്കിലും എന്തിനാണെങ്കിലും എഴുപന്നയിൽ ക്ഷണിച്ചാൽ പുള്ളി ഓടി വരും. ഒരു സാമ്പത്തിക നേട്ടവും നോക്കാതെ തന്നെ വരുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ കലയെ ചിലർ പറയും ഒരു കല പഠിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് പകർന്നു കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ചേട്ടൻ അങ്ങനെയായിരുന്നില്ല. എൻ്റെ ഒരു നേരെ മൂത്തൊരു ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ആ ചേട്ടനെയാണ് ആദ്യം അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ചേട്ടനെ പഠിപ്പിച്ചു. ആ ചേട്ടൻ 2-3 സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞ് അദ്ദേഹത്തെ അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു 15-16 വയസ്സുള്ള പോലെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഒരു പഠിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് തന്നെ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ ഏതാണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ, നീ തനിയെ പരിപാടി പിടിച്ചോ, എന്നിട്ട് ഇവിടുത്തെ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോയി നീ ചെയ്തു. അങ്ങനെ ഞാനും ഒരു ചെറിയൊരു മജീഷ്യനായാൽ സാധിച്ചു. അതിനുശേഷം എൻ്റെ സംസാരിച്ച പ്രീതി, ഞങ്ങളുടെ മകളുടെ മകൻ മാനസിനെ മാജിക്ക് പഠിപ്പിച്ച് അത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ചേട്ടൻ്റെ വിയോഗം. എങ്കിലും അവന് മാജിക്കിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു. കഴിഞ്ഞ ദിവസം യുക്തിവാദ സംഘത്തിൻ്റെ ഒരു പഠന ക്യാമ്പ് ഇടുക്കിയിലുണ്ടായിരുന്നു. അവിടെ ഇവൻ്റെ മാജിക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം പെട്ടിയിലായി കൊടുത്തു, മകനെ എടുത്തോ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മരണം കാരണം അവനതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നാലും അവനൊരു യുവ മജീഷ്യനായിട്ട് അവനും വളർന്നു വരും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ട് ചേട്ടൻ്റെ കഴിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരുവാനായിട്ട്
ചേട്ടന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചേട്ടൻ്റെ കുടുംബജീവിതത്തിൽ രണ്ടുപേരും അങ്ങനെ കല്യാണം കഴിക്കേണ്ട പ്രത്യേക സാഹചര്യത്തിലൊരു കല്യാണമായതുകൊണ്ട്, കാര്യം ഞങ്ങളുടെ അമ്മാവനുണ്ടായിരുന്നു. അമ്മാവന് 5 പെൺമക്കളും ഒരാമകനുമായിരുന്നു. അമ്മാവൻ പെട്ടെന്ന് പക്ഷാഘാതം വന്ന് മരിക്കുന്ന സമയത്ത് ആകെ 1-2 പെൺമക്കളുടെ കല്യാണം നടത്തിയിട്ടുള്ളൂ. ബാക്കി മകനെന്ന് പറയുന്ന ഏറ്റവും ഇളയത് 10-15 വയസ്സേ ഉള്ളൂ, പ്രാപ്തിയില്ല. അങ്ങനെ വന്നപ്പോൾ അമ്മാവൻ്റെ മകളെ സ്ത്രീധനമൊന്നും മേടിക്കാതെ ആചാരരഹിതമായിട്ട് ചേട്ടന് കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു മിശ്രവിവാഹം കഴിക്കാനായിട്ട് ചേട്ടന് സാധിക്കാതിരുന്നത്. എങ്കിലും ആ കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ കാര്യമുണ്ട്. ആ ഒരു കുടുംബത്തിനെ സഹായിക്കാനായിട്ട് ചേട്ടന് സാധിച്ചു. അതിൽ നിന്നുണ്ടായ 2 മക്കൾ പ്രേമനും പ്രീതിയും, അവരെ രണ്ടുപേരെയും മതമില്ലാത്ത ജീവനായിട്ട് അവരുടെ സ്കൂളിലെ SLC ബുക്കിലെല്ലാം മതം എന്നുള്ളിടത്തും ജാതിയുടെ ഭാഗത്തും നിൽ എന്നെഴുതി അവരെയും വളർത്താനായിട്ട് സാധിച്ചു. അവരുടെ വിവാഹവും രണ്ടും ഒരു മിശ്രവിവാഹം തന്നെ നടത്താനായിട്ട് സാധിച്ചു. അവരുടെ ഉണ്ടായ മക്കളെയും ഇതുപോലെ തന്നെ ആക്കാൻ മതമില്ലാത്ത ജീവനായിട്ട് വളർത്താനായിട്ട് സാധിച്ചു. എന്നാലും ഒരു 72 വയസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രായമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പണ്ട് ഒരു 60-65 വയസ്സിലൊക്കെ മനുഷ്യൻ വയസ്സാകും, മരിക്കും. പക്ഷെ ഇന്ന് 72 വയസ്സ് ഒരു അധികം പ്രായമല്ലെങ്കിലും ചേട്ടൻ്റെ ആ പെട്ടെന്നുണ്ടായ അസുഖം കാരണം മാത്രമാണ് മരണമടഞ്ഞത്. ഏതായാലും ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ചേട്ടൻ മരിക്കുന്നത്. ചേട്ടൻ അവസാന കാലത്തുണ്ടായ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ പെങ്ങളുടെ മകൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ കല്യാണ സമയത്ത് ചേട്ടൻ എപ്പോഴും ആശുപത്രി വാസമാണ്. അപ്പം ഇനി ആ സമയത്തെങ്ങാനും മരിച്ചു പോകുമോ, അതിനും ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കല്യാണത്തിന് തലേ ദിവസമൊക്കെയാണ് മരിക്കണമെങ്കിൽ എന്നെ കൊണ്ട് ഫ്രീസറിൽ വെച്ചേക്കണം, അവളെ ഒന്നും അറിയിക്കരുത്, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ നടത്തിയാൽ മതി. അതായിരുന്നു ചേട്ടൻ എല്ലാ കാര്യം. ഇപ്പോൾ പ്രീതി പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മരണപത്രം എഴുതി വെച്ചത്, ഞങ്ങളത് ആദ്യം വായിച്ചില്ല, മരിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വായിച്ചത്. അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കിഴക്ക് പടിഞ്ഞാറ് ആയിട്ട് കിടത്തണം, പുതിയ വെള്ളം കൊണ്ട് ഉടുപ്പിക്കരുത്, വേറെ പൊതിയരുത്, അങ്ങനെയുള്ള പിന്നെ കുടുംബകാര്യങ്ങൾ, ചേച്ചിക്കയുടെ പെൻഷൻ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യനിഷ്ഠയോടുകൂടി ആയിട്ടാണ് ചേട്ടൻ പോയത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിനും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൊതുസമൂഹത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിലും ആ ദുഃഖത്തിലും പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒറ്റവാക്കിൽ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.